السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد صلى الله عليه وعلى آله وصحبه أجمعين. أما بعد، فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം ഓർമ്മകളിലേക്ക് ഈ റമളാനിൽ ഒരു 17-ാമത്തെ ദിവസത്തിൽ ഹിജറ 2-ാം വർഷം നടന്ന ബദറിൽ വെച്ച് നടന്ന സുപ്രസിദ്ധമായ ഒരു സമരത്തിൻ്റെ, ഒരു യുദ്ധത്തിൻ്റെ ഓർമ്മകൾ കടന്നു വരുന്ന സന്ദർഭമാണ്. നാം വളരെ ഗൗരവത്തോടുകൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന മഹത്തായ ബദർ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ ദാർഢ്യതയും ഈമാനികമായ ബലവും എത്രത്തോളം ഓരോരുത്തരും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൗഹീദും ശിർക്കും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവോടുകൂടി ഏറ്റുമുട്ടിയ ആദ്യത്തെ സമരമായിരുന്നു ബദറിൻ്റെ സമരം, അല്ലെങ്കിൽ ബദർ യുദ്ധക്കളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും അടങ്ങുന്ന 319ഓളം വരുന്ന എണ്ണത്തെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട്. എന്നാലും 319ഓളം വരുന്ന സഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അറേബ്യൻ മുശ്രിക്കുകളുടെ നേതാവായിരുന്ന അബൂജഹലും അവൻ്റെ അനുയായികളും അടങ്ങുന്ന 1000ഓളം വരുന്ന ഒരു സംഘം അപ്പുറത്തും. അവരുടെ പക്കലാണെങ്കിൽ ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട്. 700ഓളം ഒട്ടകങ്ങളും കുതിരകളും സർവ്വവിധത്തിലുള്ള ആയുധങ്ങളുമുണ്ട്, ഒരുക്കങ്ങളുമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും അവരുടെ 1/3 അംഗസംഖ്യയുള്ളൂ, ആയുധങ്ങൾ കുറവാണ്. 70 ഒട്ടകങ്ങളും 2 കുതിരകളും മാത്രമാണുള്ളത്. ചിലരുടെ കയ്യിൽ ആയുധങ്ങൾ പോലുമില്ല. ആ രൂപത്തിലുള്ള പ്രത്യേകമായ ഒരു ന്യൂനപക്ഷമായി കൊണ്ടാണ് ബദറിന്റെ പോർക്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും എത്തുന്നത്. മഹാരഥന്മാരായ നേതാക്കന്മാരാരും തന്നെ നിങ്ങൾക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ ഞങ്ങളുടെ മരണശേഷം നിങ്ങൾ ഞങ്ങളോട് കാവലിനെ തേടിക്കൊള്ളൂ എന്ന് ബദരീങ്ങളുടെ നേതാവായ നബിതങ്ങളോ സഹാബിമാരാരെങ്കിലുമോ പിൽക്കാലക്കാർക്ക് ഒരു വസിയത്തും കൊടുത്തിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ അതല്ലേ കാണിക്കേണ്ടത്, അതല്ലേ പ്രമാണങ്ങൾ എടുത്ത് ഉദ്ധരിക്കേണ്ടത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ബദരീങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പേരുകൾ ഉരുവിട്ടോളൂ, ഞങ്ങളെ വിളിച്ച് തേടിക്കോളൂ, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഞങ്ങൾ വീട്ടിത്തരുമെന്ന് പറഞ്ഞ ഒരൊറ്റ സംഭവമെങ്കിലും ഉണ്ടോ? കെട്ടുകഥകളല്ലാതെ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതേ കാര്യം തന്നെ ഇനിയും അതാ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയാസമുണ്ടാകുമ്പോ ബദരീങ്ങളെ വിളിച്ച് തേടാനല്ലേ പറയുന്നത്. ആ ബദരീങ്ങളോട് തേടുന്നത് എന്താ?
ബദരീങ്ങളോട് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദാരിദ്ര്യമുണ്ടായിക്കഴിഞ്ഞാൽ ഇല്ലാമോതേലും വാലഞ്ഞവൻ ഓതുകിൽ എന്നും നിഅമത്തിലാകും അതെന്നോവർ അല്ലൽ മീഗന്ധേ കാടത്തിൽ അകപ്പെട്ടോർ അസ്മാഊരത്താൽ കാടം വീടും എന്നോവർ. കണ്ടോ, ഇല്ലാ മുതലും വലഞ്ഞവർ, മുതലില്ലാത്ത ആളുകൾ, ദരിദ്രന്മാര് ബദരീങ്ങളെ വിളിച്ച് തേടിയാൽ ഉടനെ മുതല് കിട്ടും. കടത്തിൽ അകപ്പെട്ടവർ ബദരീങ്ങളെ വിളിച്ചു പറഞ്ഞാൽ അവരുടെ കടം വീടും. ബദരീങ്ങൾ ഇതാണോ പഠിപ്പിച്ചത്? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാന്റെ റസൂലേ, കടം കൊണ്ട് ഞാൻ വല്ലാതെ വലഞ്ഞിരിക്കുന്നു, എൻ്റെ കടക്കാരി എന്നെ ശല്യപ്പെടുത്തുന്നു നബിയേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ എന്ന ബദരീങ്ങളുടെ നേതാവ് എന്താ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഞാനിവിടെ ബദരീങ്ങളുടെ നേതാവായിട്ടുണ്ടെന്ന് നിനക്കറിഞ്ഞൂടെ? ഇവിടെ ബദരീങ്ങൾ പങ്കെടുത്ത ബദരീങ്ങൾ ഉണ്ടെന്നറിഞ്ഞുകൂടെ? ഷഹീദുകളായ ശുഹദാക്കൾ ഉണ്ടെന്നറിഞ്ഞൂടെ? നീ അവരുടെ ആസ്മാവുകൾ ഇരുന്ന് ചൊല്ലിക്കോ എന്നാണോ ആ സഹാബിയോട് പറഞ്ഞത്? മറിച്ച് പറഞ്ഞതെന്താ? കടമുണ്ടെങ്കിൽ നീ അള്ളാഹിനോട് തേട്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ, ഹലാലുകൾ തന്നുകൊണ്ട് ഹറാമിൽ നിന്ന് നീ എന്നെ കാക്കണേ, നിന്റെ ഔദാര്യം മുഖേന നീ എനിക്ക് ധനം നൽകണേ, എന്നെ ധന്യനാക്കണേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ പഠിപ്പിച്ചത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റമി. റബ്ബേ, കടക്കണിയിൽ നിന്ന് രക്ഷിക്കണേ അല്ലോ. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകളല്ലേ ബദരീങ്ങളുടെ നേതാവ് കടക്കാരോട് പഠിപ്പിച്ചു കൊടുത്തത്? എന്നിട്ട് ആ നേതാവിനെയും ബദരീങ്ങളെയും അതാ പറയുന്നതെന്താ? അല്ലൽ മീഗന്ധേ കാടത്തിൽ അകപ്പെട്ടോർ അസ്മാഊരത്താൽ കാടം വീടും എന്നോവർ. ബദരീങ്ങളുടെ പേരങ്ങനെ ഇരുന്ന് വിളിക്കാനാണ് ഈ മാലക്കാരൻ ആവശ്യപ്പെടുന്നത്. അതാ ഇവരുടെ ബജ്ലിസുന്നൂറിലും നടക്കുന്നത്. ഈ കടങ്ങളൊക്കെ ബദരീങ്ങൾ വീട്ടിത്തരും, രോഗം ബദരീങ്ങൾ വീട്ടിത്തരും. നിങ്ങൾ ആലോചിക്ക്, ദരിദ്രരായിക്കൊണ്ടല്ലേ പല ബദരീങ്ങളും ജീവിച്ചത്. ബദരീങ്ങളുടെ നേതാവ് തന്നെ വഫാത്താകുമ്പോ അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ വീട്ടിൽ പണയത്തിലല്ലേ? അതുപോലെ തന്നെ ബദരീങ്ങളതാ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ അവരുടെ വീട്ടിലതാ 2 മാസത്തോളം അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല റസൂലുള്ള എന്ന ബദരീങ്ങളുടെ നേതാവിന്റെ വീട്ടിൽ. യുദ്ധത്തിന് പോകുമ്പോ കാലിൽ ചെരിപ്പിടാൻ പണമില്ലാതെ ചെരിപ്പ് ധരിക്കാത്ത ബദരീങ്ങള് യുദ്ധത്തിന് പോകുമ്പോ കാലൊക്കെ കല്ലിൽ മുട്ടിയിട്ട് നഖങ്ങളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് കാലില്ലതാ മുറിവുകളും വ്രണങ്ങളും പ്രത്യക്ഷപ്പെട്ട് നടക്കുവാനാവാതെ അവർ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറിയിട്ട് ആ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് കാലിൽ ചുറ്റി വരിഞ്ഞിട്ടാണ് നടന്ന് യുദ്ധത്തിന് പോയത്. ബദരീങ്ങളെ കുറിച്ചുള്ള ചരിത്രം അതല്ലേ? അങ്ങനെയുള്ള ബദരീങ്ങളെ കുറിച്ചാ പറയുന്നത്. കടമുണ്ടെങ്കിൽ ഇല്ലാ മുതലും അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് വലയുമ്പോ അവരെ വിളിച്ച് തേടിക്കോളാനാ പറയുന്നത്. അതുപോലെ തന്നെ ദാഹം വീശപ്പോ കോടുമാ തളർച്ചയോ തടിയിൽ മാറലോ ജിൻ ശൈത്താൻ ചതിയാലോ ദേഹം വലഞ്ഞവനിപ്പേരീനെ ചൊല്ലുകിൽ തീരും മുനമേ ശീഫയാകും എന്നോവർ. ആലോചിച്ചു നോക്ക്, ഈ ഗാനശേഖരത്തിലുള്ളതാ ബദറിന്റെ അന്ന് ചൊല്ലി പാടുന്ന മാലപ്പാട്ടിലത്. ദാഹവും വിശപ്പും കൊടുമയും തളർച്ചയൊക്കെ ഉണ്ടാവുമ്പോ ബദരീങ്ങളേന്ന് വിളിച്ചോന്ന്. ഇവിടെ ബദരീങ്ങൾ ദാഹിച്ച് നടന്നവരാണ്, ബദരീങ്ങൾ വിശപ്പ് സഹിച്ചവരാണ്. ഭക്ഷണം കഴിക്കാനില്ലാതെ പച്ചിലകൾ കഴിച്ചിട്ട് ചുണ്ടും നാവുമൊക്കെ വ്രണങ്ങൾ വന്നിരുന്നു. ഇല കഴിച്ച് ചവച്ചരച്ചിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ പരസ്പര ബന്ധമില്ലാത്ത നിലക്കുള്ള കാഷ്ടമാണ് ഞങ്ങളില്ലെന്ന് വിസർജന സമയത്ത് പുറത്തേക്ക് വന്നിരുന്നത് എന്ന് അതേ ഭക്ഷണത്തിന് വകയില്ലാത്ത ബദരീങ്ങളടക്കമുള്ള സ്വഹാബത്തിന്റെ ചരിത്രം പറയുമ്പോ ആ ബദരീങ്ങളെ വിളിച്ചാൽ ദാരിദ്ര്യമില്ലാതെ പണമുണ്ടാകും, കടം വീടും. അതുപോലെ തന്നെ രോഗത്തിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ
മഹാമാരികൾ വരുമ്പോ ബദരീങ്ങളെ എന്ന് വിളിച്ചോ. ഇതാ മജ്‌ലിസുന്നൂറിൽ പഠിപ്പിക്കുന്നത്, ഇതാണ് ഇവരുടെ ബദർമാലയിൽ പഠിപ്പിക്കുന്നത്. അതേ അവസരത്തിൽ ഇവര് വിളിച്ചു തേടുന്ന ബദരീങ്ങളില്ലേ, ആ ബദരീങ്ങൾ മഹാമാരി കൊണ്ട് മരണപ്പെട്ടവരാണ്. ആലോചിച്ചു നോക്ക്. ബദറിൽ പങ്കെടുത്ത ഷഹീദുകൾ, ആ ഷഹീദുകൾക്ക് പുറമെ പിൽക്കാലത്ത് ജീവിച്ച സഹാബിമാർ, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള പല സഹാബിമാരും പ്ലേഗ് ബാധിച്ചുകൊണ്ട് മഹാമാരി, ആ കാലഘട്ടത്തിലെ മഹാമാരി ബാധിച്ചുകൊണ്ട് അവർ മരിച്ചവരാ. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായവരാണ്. ഒരുപാട് രോഗങ്ങൾ വന്നുകൊണ്ട് ആയിരക്കണക്കിന് സഹാബിമാര് മരിച്ചു വീണിട്ടുണ്ട്. ആ ബദരീങ്ങളോട് വിളിച്ചുകൊണ്ടാണ് മഹാമാരിയിൽ നിന്ന് കാവല് തരണേ, ശിഫ തരണേ എന്ന് തേടുന്നത്. ഇതൊക്കെ അവർക്കതിന് കഴിയൂല. അവർക്ക് അവരുടെ തടിയെ തന്നെയും രക്ഷപ്പെടുത്താൻ അവർക്കായിട്ടില്ല. ശത്രുക്കൾ അവരെ വെട്ടിക്കൊന്നപ്പോൾ അത് തടുക്കാൻ അവർക്കായിട്ടില്ല. അതൊന്നും അവരുടെ പോരായ്മയല്ല, അവർക്കുള്ള മഹത്വമാണ്. കാരണം അവരൊക്കെ സൃഷ്ടികളാണ്. ബദരീങ്ങളിൽപ്പെട്ട ആളായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സുബഹിന്റെ സമയത്തല്ലേ മിഹ്റാബിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ശത്രു കുത്തി വീഴ്ത്തുന്നത്. ആ ശത്രുവിനെ തടയാൻ വേണ്ടി ചെന്ന 10-13 ബദരീങ്ങളെയും അവൻ കുത്തിപ്പരിക്കേൽപ്പിച്ചില്ലേ. 5-6 ബദരീങ്ങൾ അവിടെ വെച്ച് തന്നെ ഷഹീദുകളായില്ലേ. ബദരീങ്ങളുടെ കൂട്ടത്തിൽ പ്രശസ്തനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ശത്രുവിനെ ഇരുട്ടത്ത് കാണാൻ കഴിഞ്ഞോ? ആ ശത്രുവിനെ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി മറ്റു ബദരീങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ? ആ അവനോടുള്ള ഏറ്റുമുട്ടലിൽ വരെ കുറെ സഹാബിമാര് ഷഹീദുകളായില്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കയറിയിട്ടല്ലേ ശത്രുക്കൾ താടിക്ക് പിടിച്ചുകൊണ്ട് കഴുത്തറുത്ത് കൊന്നത്. ബദരീങ്ങളിൽപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വെള്ളം പോലും മുടക്കിയില്ലേ. വെള്ളം പോലും കിട്ടാതെ നോമ്പുകാരനായി കൊണ്ടല്ലേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായത്. ബദരീങ്ങളിൽപ്പെട്ടയാളല്ലേ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു റമളാൻ 17 വെള്ളിയാഴ്ച സുബഹിക്കതാ ജനങ്ങളെയൊക്കെ മദീന പള്ളിയിലേക്ക് ജമാഅത്തിന് വിളിച്ചതിന്റെ ശേഷം മിഹ്റാബിൽ നിന്ന് നിന്നപ്പോ അതേ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ശത്രു വെട്ടിക്കൊന്നില്ലേ. ആലോചിക്ക്, അദ്ദേഹവും ഷഹീദായി. ബദറിൽ പങ്കെടുത്ത നേതാവല്ലേ. ഇങ്ങനെ എത്രയെത്ര നേതാക്കന്മാരെ വെട്ടിക്കൊന്നിട്ടുണ്ട്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ബദരീങ്ങളിൽ പ്രശസ്തരാണ്. സ്വർഗമുണ്ടെന്ന സുവിശേഷം ലഭിക്കപ്പെട്ട നേതാക്കളാണ്. ഇവരെയൊക്കെ ശത്രുക്കൾ വകവരുത്തിയിട്ടുണ്ട്. അവർക്കാർക്കും അത് തടയാൻ സാധിച്ചിട്ടില്ല. 10-14ഓളം ബദരീങ്ങളെ ബിർ മഊന എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് കാഫിറുകൾ വെട്ടിക്കൊന്നിട്ടുണ്ട്. പിൽക്കാലത്ത് യമാമ യുദ്ധത്തിൽ വെച്ച് 22ഓളം ബദരീങ്ങളെ ശത്രുക്കൾ വെട്ടിക്കൊന്നിട്ടുണ്ട്. അവർക്കൊന്നും അവരുടെ നേരെ വരുന്ന അപകടത്തെ പോലും തടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് മനുഷ്യരുടെ കഴിവിന്റെ പരിമിതിയാണ്, പരിധികളാണ്. അവർക്കൊക്കെ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള ജന്നത്തിലേക്ക് അവരുടെ ആത്മാക്കൾ അങ്ങ് പറന്നുപോയി. ഇന്നും സ്വർഗത്തിൽ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ വിഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവരതാ ഉല്ലസിച്ച് അവർ ജീവിക്കുന്നു. പക്ഷേ അവരാരും ഇന്ന് നമ്മുടെ വിളി കേട്ട് നമുക്ക് ഉത്തരം ചെയ്യാൻ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നവരല്ല. അവരത് പഠിപ്പിച്ചവരുമല്ല. ആ ആദർശത്തിന് എതിരെ പോരാടിക്കൊണ്ട് മരിച്ചവരാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ബദറുമാലയിലും ബദരീങ്ങളുടേതായ ആ രൂപത്തിലുള്ള പ്രത്യേകമായ കാര്യങ്ങളൊക്കെ പറയുന്നതും എന്തിനു വേണ്ടി തന്നെയാണ്? എല്ലാം ഈ സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോകുവാനാണ്. അതുകൊണ്ടാ ഓർമ്മപ്പെടുത്തുന്നത്. അവരാരും ഇത് പഠിപ്പിച്ചവരല്ല. അവര് നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശം എന്താണെന്ന് ബദരീങ്ങളുടെ നേതാവ് തന്നെ പ്രഖ്യാപിച്ചത് അല്ല പറയുന്നില്ലേ? ഖുൽ ഇന്നമാ അദഉ റബ്ബീ വലാ ഉശ്രികു ബിഹി അഹദാ. ബദരീങ്ങളുടെ നേതാവായ റസൂലുള്ളാഹിനോട് അല്ലാഹ് കൽപ്പിച്ചതാണ്, നബിയെ പ്രഖ്യാപിക്കൂ, ഇന്നമാ അദഉ റബ്ബീ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കൂല. ആദർശമാണ് ബദരീങ്ങളുടെ നേതാവ് പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് ബദരീങ്ങൾ മുഴുവനും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നത്. അതിനപ്പുറമുള്ള വാദം അള്ളാഹിനോടും തേടണം, മറ്റുള്ളവർക്കും അള്ളാഹ് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്, അവരോട് തേടുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള വാദം
മറ്റുള്ളത് ഉത്തരം കിട്ടുന്നതിന് നമുക്ക് പ്രയാസകരമാണ് എന്ന വാദം ബദരീങ്ങളുടേതായിരുന്നില്ല. മറിച്ച് ബദരീങ്ങൾ ആരോട് ഏറ്റുമുട്ടിയോ ആ ശത്രുക്കളുടെ നേതാവായ അബൂജഹിൽ അടക്കമുള്ളവരുടെ വാദമായിരുന്നു, അവരുടെ വിശ്വാസമായിരുന്നു. അവരെയാണിപ്പോൾ ഈ ബദർ സ്നേഹവാദികൾ പിൻപറ്റുന്നത് എന്ന് ഗൗരവത്തോടെ ഓർക്കണം. ഇതാരെയെങ്കിലും ആക്ഷേപിക്കാനല്ല പറയുന്നത്, ഇത് പരലോകത്തിന്റെ കാര്യമാണ്. നാളെ മഹ്ശറിലെത്തുമ്പോൾ അള്ളാഹു പഠിപ്പിച്ച ആദർശത്തിനെതിരെ ആ നേതാക്കന്മാരെ തന്നെയും അവരെ തന്നെ കരുവാക്കി അവരോട് തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിരോധാഭാസം തീർക്കുന്ന ആളുകളൊന്ന് ചിന്തിക്കാനാണ് സ്നേഹത്തോടെ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും കേൾക്കുന്ന ചിലർക്കെങ്കിലും തോന്നാറുണ്ട്, ഈ മാലപ്പാട്ടുകളും ഈ മൗലിദ് കിതാബുകളുമൊക്കെ എടുത്തുപോയില്ലേ, നാട് നീങ്ങിയില്ലേ ഈ നാട്ടിൽ എന്ന് വെറുതെ തോന്നുകയാണ്. നിങ്ങളതാ സോഷ്യൽ മീഡിയകളിൽ നോക്കൂ, അധുനാധുന രീതികളിൽ ട്യൂണുകളിൽ അതാ ബദർ മൗലിദും ബദർ മാലയും ഒക്കെ ഇപ്പോഴും അതാ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദപ്പടിച്ചിട്ടും മ്യൂസിക്കോടെയും അല്ലാതെയും ആടിത്തിമർക്കുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് കാവല് വേണോ? നിങ്ങൾക്ക് പ്രതിസന്ധികൾ തീരണോ? രോഗശിഫ കിട്ടണോ? കുഞ്ഞുങ്ങളുണ്ടാകണോ? പ്രസവവേദന വരുന്ന വേരത്ത് വരെ അവർ ഈ ബദരീങ്ങളെ വിളിച്ച് തേടിക്കൊള്ളാനാണ് ഉമ്മമാരോട് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നത് എന്തിനാ? റബ്ബിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്നു. അതുകൊണ്ടാണ് ബദരീങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് കൃത്യമായി സമൂഹത്തോട് വീണ്ടും വീണ്ടും അതാ ഓർമ്മപ്പെടുത്തുന്നത്. ബദരീങ്ങൾ മഹാന്മാരാണ്, അവർ ഉന്നതരാണ്, അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. പക്ഷേ അത് മക്കത്തെ മുശ്രിക്ക് ഇബ്രാഹീമിനെയും ഇസ്മായിലിനെയും ആദരിച്ച പോലെയാകരുത്. അതേ ക്രിസ്ത്യാനികൾ ഈസാ അലൈഹിസ്സലാമിനെയും മറിയം ബീവിയെയും ആദരിച്ച പോലെയാകരുത്. അതുപോലെ തന്നെ യഹൂദികൾ ഉസൈറിനെ ബഹുമാനിച്ചതുപോലെയാകരുത്. നൂഹ് നബിയുടെ കാലത്തുള്ള ജനങ്ങൾ വദ്, സുവാഴ്, യഗൂസ്, യഊഖ്, നസ്റിനെ ബഹുമാനിച്ച പോലെയാകരുത്. മറിച്ച് ആ ബദരീങ്ങൾ ഏതൊരു ആദർശമാണോ നമ്മോട് പഠിപ്പിച്ചതെങ്കിൽ ആ ആദർശത്തിൽ ഊന്നിക്കൊണ്ട് ജീവിക്കലാണ് അവരോടുള്ള സ്നേഹം. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരൊറ്റ ദുആ ദിക്റുകളിലും ബദരീങ്ങളോടുള്ള തേട്ടല്ല. ബദരീങ്ങളെ ഹക്കിനാൽ, ജാഹിനാൽ, ബറക്കത്തിനാൽ എന്ന് മരണസമയത്ത് ഞങ്ങൾക്ക് പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. കണ്ടോ, മരണനേരത്ത് ദാഹിച്ച് വലയുമ്പോ ഇബ്ലീസ് വന്ന് ശല്യപ്പെടുത്തുമ്പോ ബദരീങ്ങളെ തുണ തരണേ അല്ലാഹ് തേടുകയാണ്. എല്ലാ അവസരത്തിലും, ഓരോ അവസരത്തിലും അതാണ്. സിറാത്ത് പാലം കടക്കുമ്പോ ബദരീങ്ങളെ കാവല് തരണേ. അതുപോലെ തന്നെ ഈ കർമ്മങ്ങൾ തൂക്കുന്ന വേളയിൽ ബദരീങ്ങളുടെ കാവല് തരണേ. കിതാബ് കിട്ടുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേ എന്നൊക്കെയാണ് ഈ മാലയിലും മൗലിദിലും ഒക്കെ നിറച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബദർ ദിനത്തിൽ ബദരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ബദരീങ്ങളുടെ ആദർശത്തിന് ഘടകവിരുദ്ധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് ഇസ്ലാമെന്ന് കൃത്യമായി തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള ബദരീങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറുക, അവരെ സ്നേഹിക്കുക, അവരുടെ പാത പ്രചരിപ്പിക്കുക. അത് തൗഹീദിന്റെ പാതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മാർഗത്തിൽ നമ്മളാലാവുന്ന വിധത്തിൽ തൗഹീദിന്റെ പ്രബോധകരും പ്രചാരകരുമായി കൊണ്ട് അതേ രീതിയിൽ തന്നെ ജീവിച്ചു മരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.